അങ്ങനെയെങ്കിൽ വിചാരിച്ചു. അവിടുത്തെ രാജാവ് തമ്പുരാൻ എല്ലാം പറഞ്ഞിട്ട് അവിടെ ചെന്നു. ഞാൻ പാട്ടൊന്ന് പാടിക്കൊടുത്തു. രാജാവ് തമ്പുരാൻ നന്നേ പാട്ട് അങ്ങോട്ട് ബോധിച്ചു. ഇങ്ങോട്ട് പോരാൻ നേരത്തെ മാല എനിക്ക് രാജാവ് തമ്പുരാൻ സമ്മാനമായിട്ട് തന്നതാ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല മാലയാ. പിന്നെ മുത്തശ്ശി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? ചോദിക്ക്. മുത്തശ്ശി സുന്ദരിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ? പറഞ്ഞു. മുത്തശ്ശിക്ക് കൂനെങ്ങനെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്നോ? എൻ്റെ വലിയ മക്കളെ, അതൊക്കെ പറയുവാണെങ്കിൽ ഇമ്മണിയും കൂടെ നേരം വേണം. മുത്തശ്ശിയുടെ 14 വയസ്സിൽ നമ്മുടെ ഭഗവാന്റെ മുമ്പിൽ തൊഴാൻ വന്നപ്പോഴത്തേക്കും മുത്തശ്ശിയെ കണ്ടിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ് അവർക്ക് കല്യാണം കഴിക്കാനായിട്ട് ആലോചിച്ചാൽ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അവരെ വീട്ടിൽ വന്ന് ആലോചിക്കാൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ 1-2 വലിയ കാരണവന്മാരുമായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് പെണ്ണ് ആലോചിച്ചപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നിന്നെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നല്ല, നിനക്ക് അങ്ങോട്ട് കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 14 വയസ്സ് കഴിയുന്നതിന് മുമ്പായിട്ട് കല്യാണം കഴിഞ്ഞ് കുറ്റത്തിൻ്റെ മൂലയ്ക്ക് പിറ്റേ ദിവസം വർത്താനമൊക്കെ പറഞ്ഞങ്ങനെ നിന്നപ്പോൾ എൻ്റെ കുഞ്ഞെ എനിക്കൊരു ചെറിയ പൂതി തോന്നി. അല്ല, പൂതി എന്ന് പറയാൻ പറ്റില്ല, കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, തോന്നാതിരിക്കുമോ? ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ്, എൻ്റെ പൊന്നു ഭർത്താവേ, എനിക്ക് ഇത്തിരി മുല്ലപ്പൂ കൊണ്ട് തരാമോ? ഞാൻ കുളി കഴിഞ്ഞ് വരാം, കുളിച്ചിട്ട് പൂർണ്ണത്രേശ്യം എടുക്കരുത് പോവണ്ടേ എന്ന് പറഞ്ഞപ്പം ഒരക്ഷരം പോലും മുണ്ടില്ല. നേരെ മടക്കി കുത്തി ആ മുറ്റത്തിൻ്റെ താഴ്ചക്ക് ഇറങ്ങി. അവിടെ ഒരു തൊടി ഉണ്ടായിരുന്നേ, അവിടെ 3-4 ആള് പിടിക്കാൻ പിടികൂട്ടില്ലാത്ത ഒരു വാളപ്പുളി നിൽപ്പുണ്ടായിരുന്നു. മുല്ലപ്പൂ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയി ആളെ വാളംപുളിയിലേക്ക് വിടച്ചൊരു കയറ്റം. അയ്യേ, വാളംപുളി ഉണ്ടാവണതേ അല്ല, മുല്ലപ്പൂ ഉണ്ടാകുന്നത് വാളംപുളിയല്ല. ഞാൻ വാളംപുളിയിൽ ഉണ്ടാവുന്നേ ഉണ്ടാകും, എന്തെങ്കിലും ആവട്ടെ. പുള്ളിക്കാരൻ നേരെ മുകളിലേക്ക് വിളച്ച് കയറി പോയിട്ട് ഒരു കമ്പേലൊക്കെ കയറി പിടിച്ചു. കുറച്ച് മുല്ലപ്പൂ ഇങ്ങനെ പറച്ച് താഴ്ചയ്ക്ക് അങ്ങ് ഇടാൻ തുടങ്ങി. ആ മുല്ലപ്പൂ ഇങ്ങനെ വന്ന് വീണപ്പോൾ ആക്രാന്തം മൂത്ത് ഞാൻ എൻ്റെ വലിയ കുഞ്ഞെ ഈ മുല്ലപ്പൂ പെറുക്കാനായിട്ട് അവിടെ പെറുക്കി അങ്ങനെ നടന്നപ്പോൾ 10-450 കിലോയുള്ള മുത്തശ്ശിയുടെ ഭർത്താവ് എന്ന തടിമാടൻ ഒരു ചെറിയ പുളിങ്കമ്പേലങ്ങാണ് പിടിച്ചത്. അതുമായിട്ട് താഴത്തേക്ക് വന്ന് മുത്തശ്ശിയുടെ മുതുകിലേക്ക് അടിമക്കളെ വന്ന് വീണത്. ഞാൻ ആ പുളിച്ചവിട്ട് ഇതേലൊക്കെ വന്നടിച്ച് വീണ്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് 2 പടക്ക് എഴുന്നേറ്റ് മാറി ഇന്ന് എന്ന് ചിരിക്കുക. എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിച്ചോ, അതുമില്ല. പിന്നെ ഞാൻ ഒരു കണക്കിൽ 2 പടച്ച് എഴുന്നേറ്റ് അങ്ങനെ നിൽക്കാൻ നോക്കിയപ്പോൾ പറന്നൊരു ശബ്ദം. അയ്യേ, അതല്ല, ഈ തണ്ടക്കെട്ടി ഏതാണ്ട് ഒടിഞ്ഞതാ. എന്തായാലും തൃപ്പൂണിത്തുറ വന്ന് കുറച്ച് കുഴമ്പൊക്കെ മേടിച്ച് പുരട്ടി നോക്കി. എൻ്റെ പൊന്നു മക്കളെ, എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി കൂടെയൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ആരെ കാണിക്കാനാന്ന് ഓർത്ത് ഞാൻ എങ്ങനെ അങ്ങ് പോവുക. അങ്ങനെയാണ് മുത്തശ്ശിക്ക് കൂരുണ്ടായത്. എന്താ മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ? കേൾക്കാം. നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടാൻ അറിയില്ല. വേണമെങ്കിൽ മുത്തശ്ശി പാട്ട് പാടുവാണെങ്കിൽ 2 ചുവട് വെച്ചൊന്ന് കളിക്കാം. എന്താ, മതിയോ? അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ ആ തെക്ക് കോഴിക്കോട് പോയി പാടിയ പാട്ടുണ്ടല്ലോ, മഞ്ഞപ്പാട്ടും പൂപ്പാട്ടും. ഈ മഞ്ഞപ്പാട്ടും പൂപ്പാട്ടും എന്ന് പറഞ്ഞ് 2 പാട്ടാണ് ഉള്ളത്. അതിൽ ഒരു പാട്ട് എടുത്തൊന്ന് പാടിത്തരാം, ചുവട് വെച്ച് കളിക്കണം. എന്താ? ഞങ്ങളൊന്ന് നോക്കാം. കൃത്യമായി കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും മുത്തശ്ശി പാട്, ഞങ്ങൾ നോക്കട്ടെ. ഞാൻ പാട്ട് കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഗോപിയെ ആ പാട്ടെന്തേ? നീ എന്താ കാണിക്കണേ? ഞാൻ പാട്ട് പിന്നെ കൊടുത്തത് ആ ഗോപിയുടെ ഇത് ഒരു മുത്തശ്ശിക്ക് പാടാൻ വയ്യേ? പാടിക്കോ, കുരവീട്. മുത്തശ്ശിയുടെ മൂത്ത മകള് ജാനുവിൻ്റെ മോളെ ജലജാമണി നന്നായിട്ട് കുരവീടും. അവള് കുരവീട് എന്നാ ആയിക്കോട്ടെ.
സന്തോഷായി. പിന്നെ മുത്തശ്ശിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. മുത്തശ്ശിക്ക് പോകാൻ എടുക്കായിരിക്കണോ? മുത്തശ്ശി അങ്ങോട്ട് പോകട്ടെ? അല്ല മുത്തശ്ശി, മുത്തശ്ശി പോകുന്നതിന് മുൻപ് ഞങ്ങളോട് ഒരു കാര്യം ഒന്ന് പറയുമോ? എന്താണ്? മുത്തശ്ശി ആരാണെന്നും എന്തിന് ഇതുവഴി വന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ മുത്തശ്ശിക്ക് ഒന്ന് പറഞ്ഞൂടെ? ഓ, അത് ഞാൻ മറന്നുപോയി മക്കളെ. മക്കളെ, ഞാൻ ആരാണെന്ന് പറയുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടുപേരും ആരെന്ന് മുത്തശ്ശി പറയട്ടെ. നിങ്ങളിൽ ഒരാൾ പാർവതി ദേവിയും മറ്റൊരാൾ രുക്മിണി ദേവിയുമാണ്. ലോകമാതാക്കളുടെ കലഹം മൂർച്ഛിച്ചാൽ അത് സർവനാശത്തിന് കാരണമാകും എന്ന് മനസ്സിലാക്കിയപ്പോ മുത്തശ്ശിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മക്കളെ സമാധാനിപ്പിക്കാൻ വന്ന മുത്തശ്ശി വാണിദേവിയാണ് മക്കളെ, വാണിദേവി. മലയിൽ നിന്നും പരമശിവൻ വാഴും മലയിൽ, പളങ്കുമലയിൽ നിന്നും തേനിരത്ത് പാടി വരും കുറവനാണു ഞാൻ, മലകുറവനാണു ഞാൻ. മലയിൽ ഉടകുമലയിൽ മലയിൽ ഉടല് കെട്ടി താമസിക്കും കുറവനാണു ഞാൻ, മലങ്കുറവനാണു ഞാൻ. പച്ചമலை പവിഴമலை എങ്കമலை നാട്, പരമശിവൻ വാഴുമலை എങ്കമலை നാട്. മുക്കുമலை കൊടകുമலை കുട്ടിയാടി മലയിൽ ഉടല് കെട്ടി താമസിക്കും കുറവനാണു ഞാൻ. പാക്കി പാക്കി പാന്തയമ്മ പാർവതി പദേ, പാർവതി പദേ ഹരനേ പാർവതി പദേ. വിഘ്നരാജമാലൊഴിക്ക വിഘ്നരാജനേ, വിഘ്നരാജനേ നമാമി വിഘ്നരാജനേ. ആർത്തി തീർത്തു കാത്തുകൊള്ളുക കാർത്തികേയനേ, കാർത്തികേയനേ കുമാര കാർത്തികേയനേ. വന്ദനം അരവിലാക്ഷം